നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിലെ സൂപ്പർ 8 തങ്ങളുടെ ആദ്യ മത്സരത്തിൽ കനത്ത പരാജയമാണ് ടീം ഇന്ത്യക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. സർവ്വ മേഖലയിലും പരാജയപ്പെട്ടു എന്ന് പറയാം. കനത്ത പരാജയം എന്ന് പറയുമ്പോൾ 76 റൺസിൻ്റെ വമ്പൻ മാർജിനിലാണ് സൗത്ത് ആഫ്രിക്ക ടീം ഇന്ത്യയെ തോൽപ്പിച്ചിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക നിശ്ചിത 20 ഓവറുകളിൽ 7 വിക്കറ്റിന് 187 റൺസ് അടിച്ചപ്പോൾ ഇന്ത്യയുടെ മറുപടി 18.5 ഓവറുകളിൽ 111 റൺസിന് അവസാനിച്ചു. തീർച്ചയായിട്ടും ഇത് കനത്ത തിരിച്ചടിയാണ്. അടുത്ത 2 മത്സരങ്ങളും വിജയിച്ചാൽ പോലും സെമി ഫൈനൽ ഉറപ്പില്ലാത്ത ഗതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മറ്റു വിശകലനങ്ങൾ നമുക്ക് പിന്നാലെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് മാച്ച് റിപ്പോർട്ട് മാത്രം പറഞ്ഞങ്ങ് പോകാമെന്ന് കരുതുന്നു. സൗത്ത് ആഫ്രിക്കയുടെ ഇന്നിങ്സ് ബ്രേക്ക് സമയത്ത് പറഞ്ഞ പോലെ തുടക്കത്തിലെ വിക്കറ്റുകൾ വീഴ്ത്താൻ ടീം ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. 20-3 എന്ന നിലയിലേക്ക് അവർ വീണിരുന്നു. ഏഡൻ മർക്രം 4, ക്വിൻ്റൻ ഡി കോക്ക് 6, റിക്കിൾട്ടൺ 7 അങ്ങനെ പോയതാണ്. പക്ഷേ ഡേവിഡ് ബ്രവിസും ഡേവിഡ് മില്ലറും ചേർന്നുള്ള മികച്ച കൂട്ടുകെട്ട് അവരെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഡേവിഡ് ബ്രവിസ് 29 പന്തിൽ നിന്ന് 3 4ഉം 3 6ഉം അടക്കം 45 റൺസ് അടിച്ചപ്പോൾ ഡേവിഡ് മില്ലർ 35 പന്തിൽ നിന്ന് 7 4ഉം 3 6ഉം അടക്കം 63 റൺസിൻ്റെ മികച്ച ഇന്നിങ്സ് കളിച്ചു. കൂടാതെ സ്റ്റെപ്സിൻ്റെ മനോഹരമായ ഫിനിഷിംഗ് ഉണ്ടായിരുന്നു. ഇന്നിങ്സിൽ അവസാന 2 പന്തുകൾ സിക്സറിലേക്ക് അദ്ദേഹം പറത്തി. 24 പന്തിൽ നിന്ന് 1 4ഉം 3 6ഉം അടക്കം 44 റൺസോടെ അദ്ദേഹം പുറത്താകാതെ നിന്നു. അങ്ങനെയാണ് അവർ 187 എന്ന മികച്ച സ്കോറിലേക്ക് എത്തുന്നത്. ഇന്ത്യക്ക് വേണ്ടി ജസ്പ്രീത് ബൂംറ മികച്ച ബൗളിംഗ് നടത്തി. 4 ഓവറിൽ 15 റൺസിന് അദ്ദേഹം 3 വിക്കറ്റ് എടുത്തപ്പോൾ ഹർഷ്ദീപ് സിംഗ് 4 ഓവറിൽ 28 റൺസിന് 2 വിക്കറ്റുകൾ വീഴ്ത്തി. മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യക്ക് തുടക്കത്തിലെ തിരിച്ചടിയായി. കാരണം കഴിഞ്ഞ കളികളിലൊക്കെ നമുക്ക് നല്ല സ്റ്റാർട്ട് തന്ന ഇഷാൻ കിഷൻ പെട്ടെന്ന് മടങ്ങി. അദ്ദേഹം ഡെക്കായിട്ട് പോയി. അഭിഷേക് 12 പന്തിൽ നിന്ന് 15 റൺസാണ് അടിച്ചത്. തിലക് വർമ്മ അതിനു മുമ്പ് തന്നെ 2 പന്തിൽ നിന്ന് 1 റൺസുമായിട്ട് പോയിരുന്നു. ഇന്ത്യ 5 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിലാണ് തിലക് പോകുമ്പോൾ ഉണ്ടായിരുന്നത്. പിന്നീട് അഭിഷേക് കൂടി പോകുമ്പോൾ 26 റൺസിന് 3 വിക്കറ്റ് എന്ന നിലയിലേക്ക് വീണു. അവിടെ നിന്ന് പിന്നീട് ടീം ഇന്ത്യ കരകയറിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വാഷിംഗ്ടൺ സുന്ദർ 11 പന്തിൽ നിന്ന് 11 റൺസ് അടിച്ചപ്പോൾ സൂര്യകുമാർ യാദവ് 22 പന്തിൽ നിന്ന് 18 റൺസാണ് അടിച്ചത്. ശിവൻ ദ്യൂബ് മാത്രമാണ് ക്രീസിൽ നിലയുറപ്പിച്ച് ശ്രമങ്ങൾ നടത്തിയത്. പക്ഷേ അതൊന്നും വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ മാത്രം വലുതായിരുന്നില്ല. ഡാമേജ് കുറക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം എന്ന് വേണമെങ്കിൽ പറയാം. 37 പന്തിൽ നിന്ന് 1 4ഉം 3 6ഉം അടക്കം 42 റൺസ് അടിച്ച് ദൂബെയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. അതേസമയം ഹാർദിക് പാണ്ഡ്യ 17 പന്തിൽ നിന്ന് 18 റൺസ് അടിച്ചപ്പോൾ റിങ്കു സിംഗ് ഡക്കായി. ഹർഷ്ദീപ് സിംഗ് 1 റൺസ്, ജസ്പ്രീത് ബൂംറ ഡക്ക്. അങ്ങനെ 20 ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ 111 റൺസിന് ഇന്ത്യൻ ടീം ഓൾ ഔട്ടായി. മാർക്ക് വാൻസിൻ്റെ ബൗളിംഗ് എടുത്ത് പറയണം. 3.5 ഓവറുകളിൽ 22 റൺസ് അദ്ദേഹം 4 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ കേശവ് മഹാരാജ് 3 ഓവറിൽ 24 റൺസിന് 3 വിക്കറ്റ് എടുത്തു. കോർവിൻ ബോഷ് 3 ഓവറിൽ 12 റൺസിന് 2 വിക്കറ്റുകൾ വീഴ്ത്തി. ശേഷിക്കുന്ന വിക്കറ്റ് ഏഡൻ മർക്രം, അദ്ദേഹം 5 റൺസിന് 1 വിക്കറ്റ് വീഴ്ത്തി. അദ്ദേഹമാണ് ഇഷാൻ കിഷനെ പറഞ്ഞയച്ചുകൊണ്ട് ഇന്ത്യക്ക് തിരിച്ചടി നൽകാൻ തുടക്കമിട്ടത്. ഏതായാലും ഇതൊരു കനത്ത തിരിച്ചടി തന്നെയാണ്. കാരണം വലിയ രൂപത്തിൽ ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റിനെ കൂടി ബാധിക്കുന്ന തരത്തിലുള്ളൊരു തോൽവിയാണ് ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.